കഠിന തപസ്സിലൂടെ വരം നേടിയ മഹിഷാസുരൻ പിന്നീട് ഭീഷണിയായി മാറിയത് ഭൂമിയിലെ മനുഷ്യന്മാർക്ക് മാത്രമായിരുന്നില്ല, ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് കൂടിയായിരുന്നു. അങ്ങനെ മഹിഷാസുരൻ ലഭിച്ച വരം സർവ്വവിനാശത്തിന് കാരണമാവാൻ തുടങ്ങി. തിന്മ അരങ്ങുവാഴുന്ന ഭൂമിയിൽ നന്മയ്ക്ക് ആധിപത്യം സ്ഥാപിച്ചല്ലേ മതിയാവും. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രവും മഹാദേവന്റെ തൃശൂലവും ഇന്ദ്രദേവന്റെ വജ്രായുധം, ആ മഹാരൂപം സർവസംഹാരത്തിനായി അവതരിച്ചു. ഒടുവിൽ നീണ്ടുനിന്ന 9 ദിവസത്തെ മഹായുദ്ധത്തിന് ശേഷം മഹിഷാസുരവധം പൂർണ്ണമായി. കാലചക്രത്തിന്റെ ഗതിമാറ്റത്തിൽ ഇന്ന് ഉള്ളിലെ തിന്മയെ മറികടന്ന് നന്മയ്ക്ക് സ്ഥാനം നൽകാൻ വ്രതാനുഷ്ഠാനത്തോടെ നവരാത്രി ആഘോഷങ്ങൾ തുടർന്നു വരുന്നു. കഥകളുടെ ലോകത്തെ നെഞ്ചോട് ചേർത്ത് കനവുകഥയ്ക്കിന്നും സ്നേഹം തരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ വിജയദശമി നവരാത്രി ആശംസകൾ.